നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ വീഡിയോനകത്ത് കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, മുടി നീളം വെച്ചല്ലോ ഹെയർ കെയറിനെ കുറിച്ച് പറയൂന്ന്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു 2-3 മാസം മുന്നേ. അപ്പം നിങ്ങളെല്ലാവരും ചോദിച്ചുകൊണ്ട് ഞാൻ വീണ്ടും ആ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതാണ് കേട്ടോ, മുടി എങ്ങനെയാണ് പെട്ടെന്ന് നീളം വെച്ചതെന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ ആമസോണിൽ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്രേറ്റ് റിപ്പബ്ലിക് ഡേ സെയിൽ ലൈവായിട്ട് പോയോണ്ടിരിക്കുകയാണ്. 17th മുതൽ 22nd വരെയാണ് സെയിലുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല പോപ്പുലർ ആയിട്ടുള്ള ബ്രാൻഡുകൾക്കൊക്കെ 50-80% വരെ ഓഫ് ഉണ്ട്. അതേപോലെ 4 ലക്ഷത്തിൽ കൂടുതൽ സ്റ്റൈൽസ് ഉണ്ട്. അപ്പം അത്രയധികം ഓഫറും കാര്യങ്ങളൊക്കെ പോയോണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കാനുണ്ടെങ്കിൽ സെയിൽ തീരണേറ്റ് മുന്നേ വാങ്ങിക്കാനായിട്ട് നോക്കുക. അപ്പോൾ വീഡിയോയ്ക്ക് പോവാം. എൻ്റെ മുടി ചുരുണ്ട മുടിയാണ്. അപ്പോൾ ഇത് ഈ കാണുന്നത് അയൺ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ ഭംഗിയിൽ കിടക്കണേ. അല്ലെങ്കിൽ ഇതിങ്ങനെ ചുരുണ്ടിട്ട് അങ്ങനത്തെ അത് എനിക്ക് ഇവിടെ അങ്ങനെ ചുരുളിച്ചില്ല, പക്ഷെ എൻ്റെ തുമ്പ് ഭാഗത്ത് ചുരുണ്ട് വരും. അപ്പോൾ ഇത് ഞാൻ ഇന്നലെ അയൺ ചെയ്ത് ഇട്ടിട്ടുള്ളതാണ്. അതാണ് ഇതിങ്ങനെ കുറച്ച് ചുരുണ്ടിട്ട് കിടക്കുന്നത്. പിന്നെ എൻ്റെ മുടി തീരെ ഉള്ളില്ലാത്ത മുടിയാണ്. ഇപ്പോഴും ഉള്ള അധികം ഇല്ല. നിങ്ങൾക്ക് കാണുമ്പോൾ ഭയങ്കര ഉള്ളിലുള്ള മുടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിലും എൻ്റെ മുടി തീരെ ഉള്ളില്ലാത്ത ചുരുണ്ട മുടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ടൊക്കെ അമ്മയൊക്കെ നോക്കിയിരുന്ന കാലത്ത് മുടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനായിട്ട് നമ്മൾക്ക് ഞാൻ എന്തൊക്കെ ചെയ്തിട്ട് എൻ്റെ മുടിക്ക് അങ്ങനെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. സാധാരണ പോണ പോലെ അത് അങ്ങനെ പോരും, അത്ര തന്നെ ഉള്ളൂ. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് നന്നായിട്ട് മുടി കൊഴിച്ചിലുണ്ടായിരുന്നു കേട്ടോ. അപ്പം സാധാരണത്തെക്കാട്ടും കൂടുതൽ ഇങ്ങനെ ആക്കുമ്പോഴേക്കും കയ്യിലൊരു ഉണ്ട മുടി വരും. അത് കൂടാണ്ട് എനിക്ക് നമ്മൾ മുട്ടിനൊക്കെ കുറച്ച് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ടിക് ടിക് സൗണ്ട് കേൾക്കും. അങ്ങനത്തെ 2-3 പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടാണ് വിറ്റാമിൻ ഡി ചെക്ക് ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടാണ് ചെക്ക് ചെയ്ത് നോക്കിയത്. അപ്പോൾ വിറ്റാമിൻ ഡിയുടെ കുറവുകൊണ്ടായിരുന്നു ആ സംഭവമൊക്കെ ഉണ്ടായിരുന്നത്. അത് കഴിക്കാൻ തുടങ്ങിയപ്പം എനിക്ക് മുടി കൊഴിച്ചിൽ നിന്നു. മുടി കൊഴിയണില്ല എന്നല്ല, മുടി സാധാരണ കൊഴിയണേൻ്റെ ഒരു ഭാഗമൊക്കെ പിന്നെ കൊഴിയണുള്ളൂ. പിന്നെ മുടി നീളം വെക്കുന്ന എന്താ വെച്ചാൽ ഞാൻ വെട്ടിയിട്ടില്ല മുടി. ഞാൻ കഴിഞ്ഞ കൊല്ലം 2023 ഡിസംബർ സമയത്തൊക്കെ മുടി വെട്ടിയതായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അങ്ങനെ മുടി വെട്ടി കളിച്ചിട്ടില്ല. ആകെ വെട്ടണത് ഈ ഒരു ഭാഗത്ത് കുറച്ച് മുടി, ഇവിടെ ഈ ഒരു ഭാഗത്തൊക്കെ കുറച്ച് മുടി വെട്ടി കളഞ്ഞിട്ടുണ്ട് എന്നല്ലാണ്ട് ഇവിടെ കണ്ടില്ലേ, ഇതൊക്കെ ഇത് വെട്ടിയത് ഒരു 2024 ഫസ്റ്റ് സമയത്താണ് വെട്ടിക്കളഞ്ഞത്. അല്ലാണ്ട് ഞാൻ മുടി വെട്ടിയിട്ടില്ല, തുമ്പ് പോലും വെട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മുടി നീളം വെച്ചതായിട്ട് തോന്നണേ. അപ്പം ഒരു കൊല്ലം കഴിഞ്ഞില്ലേ മുടി വെട്ടാണ്ട്. അപ്പോൾ ആ സ്വാഭാവികമായിട്ടുണ്ടായ നീളമാണ്, പെട്ടെന്ന് മുടി നീളം വെച്ചതല്ല. പിന്നെ മുടി നീളം വെച്ചതായിട്ട് തോന്നണ എന്താ വെച്ചാൽ, സാധാരണ ഇരിക്കുന്ന ചുരുണ്ട മുടി നമ്മൾ അയൺ ചെയ്തിട്ട് ഇടുമ്പം ഇത്തിരിയും കൂടെ അതിൻ്റെ ശരിക്കുള്ള ചുരുളിച്ച പോയി കഴിഞ്ഞാൽ ഇത്തിരിയും കൂടെ നീളം വരും. പിന്നെ എല്ലാം കൂടി ചുരുണ്ട് വരണ്ട് കിടക്കുന്നത് ഒരു ഒതുക്കത്തി കിടക്കുമ്പോൾ ഒരു ഭംഗി വരും. അതാണ് മുടി ഉണ്ടായത്. പക്ഷേ എൻ്റെ മുടി കൊഴിച്ചിൽ മാറിയുണ്ട്. അത് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് വർഷങ്ങളായിട്ടുണ്ടായിരുന്ന മുടി കൊഴിച്ചിൽ, അതിവിടെ വന്നപ്പോൾ ഭയങ്കരമായിട്ടുണ്ടായിരുന്ന മുടി കൊഴിച്ചിൽ നല്ലോണം മാറി. അത് വിറ്റാമിൻ ഡിയുടെ ടാബ്ലറ്റ് ഞാൻ 3 മാസം കഴിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നിർത്തി കേട്ടോ, കാരണം അത് ഇങ്ങനെ തുടർച്ചയായിട്ട് കഴിക്കാൻ പാടില്ല. നമുക്ക് 3 മാസത്തേക്ക് കഴിക്കാനുള്ളതായിരുന്നു. ഇനി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി, ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കി, നമുക്കത് കുറവുണ്ടെങ്കിൽ ഡോക്ടർ പറയുന്ന നമുക്ക് കഴിക്കണം എന്ന് ഡോക്ടർ പറയുകയാണെങ്കിൽ ആ അളവിൽ വേണം ഇനി അത് എടുക്കാൻ. അപ്പോൾ ഇപ്പം ഞാനത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പം എൻ്റെ മുടിയുടെ കണ്ടീഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പം എൻ്റെ മുടി അത്യാവശ്യം ഊരിപ്പോരുന്നുണ്ട്. അത് ഗുളിക കഴിക്കാഞ്ഞിട്ടല്ല, വിറ്റാമിൻ ഡി ടാബ്ലറ്റ് നിർത്തിയതുകൊണ്ടല്ല. നമ്മൾ ഈ എത്ര ഹെയർ ഓയിൽ തേച്ചാലും എത്ര ഹെയർ പാക്ക് ഇട്ടാലും നമ്മുടെ ഉള്ളിലേക്ക് കഴിക്കുന്ന ഭക്ഷണം, അതേപോലെ നമ്മുടെ ഉറക്കം, നമ്മുടെ മനസ്സമാധാനം, ഇതൊക്കെ മുടിയുടെ വളർച്ചയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. നന്നായി ഉറങ്ങിക്കഴിഞ്ഞാൽ, നന്നായി വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ, നല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ ശരിയാവും. ഞാൻ ഈ ജിമ്മിന് പോയിരുന്ന സമയത്തൊക്കെ ഭക്ഷണത്തിൽ നന്നായി ശ്രദ്ധിച്ചിരുന്നു. നല്ല ഫുഡ് മാത്രം, നല്ല പിടിച്ച ഒത്തിരി വെജിറ്റബിൾസും നട്ട്സൊക്കെ ഒരുപാട് കഴിച്ചിരുന്നു. ആവശ്യത്തിന് ഡയറ്റ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിനനുസരിച്ച് കഴിച്ചിരുന്നു. പിന്നെ നമ്മുടെ അറിയാലോ, ഈ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ എൻ്റെ ഡയറ്റ് തെറ്റി, ഞാൻ ജിമ്മിന് പോലെ നിർത്തി. തീർച്ചയായിട്ടും എനിക്ക് തിരിച്ചു പിടിക്കണം, പക്ഷേ ഒന്നുകൂടെ ആൾക്കാരായിട്ട് ഒരു മിങ്കിൾ ചെയ്ത് വരാനുള്ള കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് എനിക്ക്. കാരണം
നമ്മളെ കാണുന്നവർക്ക് സംസാരിക്കേണ്ട വിഷയം ഈ ഒരു ടോപ്പിക് ആയിരിക്കുമ്പോൾ എനിക്കതൊട്ടും താല്പര്യമില്ല സംസാരിക്കാൻ. എന്നോടത് ചോദിക്കുമ്പോൾ അതിനെപ്പറ്റി പറയുമ്പോൾ അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഫോൺ കോള്, എൻ്റെ സിം പോലും ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. ഞാൻ ഉപയോഗിച്ചിരുന്ന സിം കട്ട് ചെയ്ത് കളഞ്ഞു. പുറത്ത് പോകുമ്പോഴും എന്നോട് നമുക്ക് പരിചയമുള്ളവർ കാണുമ്പോഴും ഈ ഒരു കാര്യം ഇങ്ങോട്ട് എടുത്തിടുമ്പോൾ എനിക്ക് അങ്ങോട്ട് എന്താ പറയുക, എനിക്ക് സംസാരിക്കാനേ അതോടുകൂടി എൻ്റെ മൂഡ് പോകും. കാരണം ഞാനൊന്ന് റിക്കവറായി എൻ്റെ മനസ്സിനെ ഞാനൊന്ന് സമാധാനിപ്പിച്ച് വന്നുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും അതിലേക്ക് കൊണ്ടിട്ട് എങ്ങനെ മുളക് പൊടി ഇടുന്ന പോലെ എനിക്ക് തോന്നും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് സമയം വീട്ടിലിരുന്ന് ഓക്കെ ആയി, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തൊക്കെ ഇറങ്ങി തുടങ്ങാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീട്ടിലിരിക്കുന്നതുകൊണ്ട് ഇപ്പം ജിമ്മിനൊന്നും പോകണില്ല. പിന്നെന്താണ്, അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് അറിയാമല്ലോ, ഈ കഴിഞ്ഞ കുറച്ച് സമയങ്ങൾ നന്നായിട്ട് നമുക്ക് മനസ്സിന് സങ്കടം ഉണ്ടാവും, വിഷമം ഉണ്ടാവും, അപ്പോൾ ഒക്കെ മുടീനെ ബാധിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മുടി നന്നായിട്ട് കൊഴിയുന്നുണ്ട്. അതാണ് ഇപ്പം എൻ്റെ മുടിയുടെ കണ്ടീഷൻ. അതായത് മുന്നേ ഉള്ള അതായത് ഇവിടുത്തെ തന്നെ തുമ്പത്ത് വരെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ തുമ്പ് ഷൂ എന്ന് പറഞ്ഞിട്ട് അടിക്കണേ. അതാണ് മുടിയുടെ കണ്ടീഷൻ. നിങ്ങൾ വിചാരിക്കണ പോലെ മുടി വളർത്താനായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. ഭയങ്കരമായിട്ട് തീരെ കെയർ ചെയ്യാത്ത, കുറച്ച് സമയം നോക്കാം എന്നൊക്കെ വിചാരിച്ച് പിന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാത്ത ഒരാളാണ്. എന്ത് കാര്യമായാലും ഞാൻ അങ്ങനെ തന്നെയാണ്. ഞാൻ ഭയങ്കര ആരംഭശൂരത്ത് മാത്രമേ ഉള്ളൂ, ഒന്നും സ്ഥിരമായിട്ട് കൊണ്ടുപോയില്ല. ഇനി നിങ്ങൾ എന്നോട് എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നന്നായിട്ട് മുടി ഉള്ള സമയത്ത് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഓയിൽ ഈ സാധനമാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ സോൾഫ്ലവറിൻ്റെ ലാവൻഡർ റോസ്മേരി എസെൻഷ്യൽ ഓയിലും ഇതും കൂടി മിക്സ് ചെയ്തിട്ടാണ് തേച്ചിരുന്നത്. ആ എണ്ണ കഴിഞ്ഞപ്പോൾ ഞാൻ വാങ്ങിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, അതൊരു 2 മാസമായി എണ്ണ ഉപയോഗിക്കൽ നിർത്തിയിട്ട്. കഴിഞ്ഞപ്പം നമുക്ക് ആ ഒരു റൊട്ടീനിലേക്ക് ഞാൻ വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. എനിക്ക് കുറച്ചുകൂടെ സമയം, എല്ലാത്തിനും സമയം വേണം എന്ന് പറഞ്ഞ പോലെ എനിക്ക് ഒരു സമയം വേണ്ടതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്യണില്ല. എണ്ണ തന്നെ ഞാൻ അങ്ങനെ മുടിമേൽ ഇടാറില്ല. പിന്നെ എൻ്റെ ഷാമ്പൂവും, ഞാൻ ഉപയോഗിക്കുന്ന ഷാമ്പൂ മറ്റേ CGM ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഉപയോഗിച്ചിരുന്ന സെയിം ഷാമ്പൂ തന്നെയാണ് ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് മാമാർത്തിൻ്റെ റോസ്മേരി ഷാമ്പൂ ഉപയോഗിച്ചിരുന്നു കേട്ടോ. കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ എർത്ത് രഥത്തിൻ്റെ ഷാമ്പൂ ആണ് ഉപയോഗിച്ചിരുന്നത്. അതേപോലെ തന്നെ ഈ ഒരു കണ്ടീഷണർ ബാറാണ് എർത്ത് രഥത്തിൻ്റെ, ഇതുമാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. അത് ചുരുണ്ട മുടിയുള്ളവർക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. എൻ്റെ മുടിയുടെ നേച്ചർ എന്ന് പറഞ്ഞാൽ ചുരുണ്ട മുടിയാണ്, പറയാലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞത് ഈ ഹെന്ന പൗഡറാണ്. ഇതും ഞാനിപ്പോൾ ഉപയോഗിച്ചിട്ട് ഞാൻ ലാസ്റ്റ് ഒക്ടോബറിലെത്തി തോന്നുന്നുണ്ട് ഹെന്ന ഇട്ടിട്ട്. പിന്നെ ഞാൻ ഇട്ടിട്ടില്ല ഇതുവരെ. ഇതിൽ കുറച്ച് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പുതിയത് മേടിക്കാൻ. അപ്പം ഇത് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിച്ചിരുന്നു, ഹെന്ന ഇട്ടിരുന്നു. നമുക്ക് മുടിയൊക്കെ കൊഴിച്ചിലൊക്കെ നിന്നപ്പോൾ കുറച്ചൊക്കെ എങ്ങനെയൊക്കെ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് ആക്കണം എന്നുള്ള തീരുമാനത്തിൽ ഹെന്നയൊക്കെ വാങ്ങി ഉപയോഗിച്ചിരുന്നു. പിന്നെ അപ്പോഴാണ് ഞാൻ ഈ മുടി വീണ്ടും അയൺ ചെയ്യലും തുടങ്ങി. അതുവരെ എനിക്ക് അയൺ ചെയ്യാൻ പേടിയാട്ടോ. മുടി ഒന്ന് നീളം വെച്ച് തുടങ്ങിയപ്പോൾ കടമ്പങ്ങിയുണ്ടല്ലോ തോന്നിയിട്ട് അയൺ ചെയ്ത് തുടങ്ങിയത്. പിന്നെ ഞാൻ അയൺ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഒരു സ്പ്രേ ഉപയോഗിക്കും കേട്ടോ, ഈ ചൂടറിയാണ്ടിരിക്കുക. പിന്നെ ഞാൻ എൻ്റെ മുടിയിലേക്ക് വേണ്ട എല്ലാ ചൂടും എല്ലാം കൊടുക്കാറുണ്ട്. ഇത് വെച്ചിട്ടാണ് ഞാൻ അയൺ ചെയ്യുന്നത്. ഇതിൻ്റെ ലിങ്ക് ഇല്ല കേട്ടോ, കാരണം ഇത് ഞാനൊരു പുറത്തൊരു ഷോപ്പിൽ നിന്ന് മേടിച്ചതായിരുന്നു. ഇത് മേടിച്ചിട്ട് അച്ഛൻ്റെ പ്രായമായിട്ടുണ്ട് തോന്നുന്നു. അതിന് കുറേ മുന്നേ വാങ്ങിയിട്ടുള്ള, അതിപ്പോഴും ഉപയോഗിക്കുന്ന വേഗയുടെ തൃശ്ശൂർ സിറ്റി സെൻറ്ററിൽ നിന്നിട്ട് തോന്നുന്നുണ്ട് മേടിച്ചത്. ഇതൊക്കെയാണ് ഞാൻ മുടിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അല്ലാണ്ട് മുടിക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യണില്ല. പറഞ്ഞ പോലെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താ വെച്ചാൽ, നന്നായി ഭക്ഷണം, നല്ല ഫുഡ് കഴിക്കുക, ഡയറ്റ് നന്നായിട്ട് ഇരിക്കുക, നന്നായി വെള്ളം കുടിക്കുക, നന്നായിട്ട് ഉറങ്ങുക. വിറ്റാമിൻ ഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ബ്ലഡിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിന് വേണ്ട ഭക്ഷണം കഴിക്കുക. ഇനി സപ്ലിമെൻ്റ് എടുക്കണമെന്ന് ഡോക്ടർമാർ പറയുകയാണെങ്കിൽ സപ്ലിമെൻ്റ് എടുക്കുക. അപ്പം തന്നെ നമ്മുടെ മുടിയുടെ പ്രശ്നങ്ങൾ പകുതി മാറും. ഇപ്പോൾ വിറ്റാമിൻ ഡിയുടെ കുറവുകൊണ്ട് കാലിനും എനിക്ക് വേദനയുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, മുട്ടിന് ഭയങ്കര വേദനയായിരുന്നു. കുറച്ച് നേരം നടക്കുമ്പോഴൊക്കെ കിടിങ് കിടിങ് സൗണ്ട് കേൾക്കും. രാത്രി എനിക്ക് എന്നും രാത്രി മുട്ടുവേദനയായിട്ട് ഉണ്ണി വന്നിരുന്നിട്ട് കാല് ഒഴിഞ്ഞു തരും, എന്നിട്ടാണ് ഞാൻ കിടന്നുറങ്ങുക. അത്ര എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഞാൻ എന്താ ഇത്ര പെട്ടെന്നൊക്കെ മുട്ടുവേദന വരണേ. നമ്മൾ കുറച്ച്, എൻ്റെ അമ്മയ്ക്ക് മുട്ടിന് പ്രശ്നമുള്ള ആളാണ്. പക്ഷെ അമ്മയ്ക്ക് ഒരു 55 വയസ്സൊക്കെ ആയപ്പോഴാണ് തോന്നുന്നുണ്ട് വന്നത്. എനിക്ക് ഇപ്പം തന്നെ അപ്പം ഇതെന്താ എനിക്ക് മുട്ടിന് പ്രശ്നം, എനിക്ക് നടക്കാൻ പറ്റില്ല, എനിക്ക് ഭയങ്കര പേടിയായിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മാറി.
ഈ വിറ്റാമിൻ ഡിയുടെ പ്രശ്നമായിരുന്നു. അപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും കുഴപ്പമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. വിറ്റാമിൻ ഡി മാത്രമല്ല, കാൽസ്യം, മഗ്നീഷ്യം, അങ്ങനെ കുറേ സംഭവങ്ങളില്ല അതിന്. അതൊക്കെ നമ്മുടെ ബോഡിയിൽ ഉണ്ടോ, ആവശ്യത്തിന് വേണോ, ഏതൊക്കെ ഫുഡ് കഴിച്ചാൽ കിട്ടും. അപ്പോൾ അത് എപ്പോഴും നമ്മൾക്ക് സ്വന്തമായിട്ട് നമ്മൾ ഡോക്ടേഴ്സ് ആവരുത്. ഞാൻ ഈ വീഡിയോയിൽ ഇപ്പോൾ ഇത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ നാളെ മുതൽ എല്ലാവരും വിറ്റാമിൻ ഡി കഴിക്കരുത്. നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക, ഡോക്ടറെ കാണുക, അവർ പറയുന്നത് കഴിക്കുക, അങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ എന്നെ കൊണ്ട് ഇത് പറയിപ്പിച്ച അവസാനം നീ കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ വന്നു എന്നൊന്നും പറയരുത്. ഉപയോഗിച്ചിട്ടുള്ള പ്രോഡക്ട്സ് ഞാൻ കാണിച്ചു തന്നില്ല, ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ വളരെ ലൈറ്റായിട്ട് ഉപയോഗിക്കണം. ഞാൻ ഒന്നും നോക്കാത്ത ആളാണ്. ഇപ്പം ഞാൻ 2 മാസമായിട്ട് ഒന്നും നോക്കണില്ല. ഈ മുടി ഇങ്ങനെ അയൺ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യണില്ല. തല എണ്ണയും തേക്കണില്ല. സത്യത്തിൽ അതാണ് കാര്യം. പിന്നെ എന്താ വെച്ചാൽ പറഞ്ഞ പോലെ ഉള്ളില്ലാത്ത മുടിയാണ്. എൻ്റെ മുടിക്ക് ഉള്ളേ ഇല്ല, നീളം വെച്ചിട്ടുണ്ട്. ഈശ്വരാനുഗ്രഹത്താൽ ഞാൻ പറഞ്ഞ പോലെ മുടി വെട്ടാണ്ട് ഇരുന്നുകൊണ്ട് നീളം വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം അവൾ വിചാരിക്കും അവൾ എന്തോ ചെയ്യുന്നുണ്ട്, എന്നിട്ട് അവൾ മറ്റുള്ളവർക്ക് ഇനി മുടി നീളം വയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവൾ പറയാണ്ടിരിക്കുക, അങ്ങനൊന്നുമില്ല കേട്ടോ. സത്യമായിട്ടും ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ പുറത്തേക്ക് പറയുന്ന ആളാണ്. ഇത് ഇത്രയേ ഉള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം എനിക്ക് മുടി വീണ്ടും കൊഴിച്ച് തുടങ്ങി. എനിക്ക് അതാലോചിച്ചിട്ട് ടെൻഷനാണ്. ഇപ്പം മുടി കൊഴിയുന്നുണ്ടല്ലോ, കാരണം നമ്മൾ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചതാണ് ഇത്തിരെങ്കിലും ഭംഗിയുള്ളൊരു മുടി വേണമെന്ന്. അപ്പം അത് വന്നപ്പം മുടി കൊഴിയുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ തന്നെയാണ് ഈ സംഭവം മെയിനായിട്ട്. പിന്നെ ഇതെന്താണ്, ഡോക്ടർ എർത്ത് റിതത്തിൻ്റെ കണ്ടീഷണർ ബാർ. ഇതിൻ്റെ തന്നെ ഒരു എന്താണ് ഷാംപൂ ബാർ ഉണ്ട്. അത് ഞാൻ ഇപ്പോൾ ബാത്റൂമിലാണ് അത് പിളിയായിട്ടിരിക്കണേ. ആ ഷാംപൂ ബാറാണെന്ന് വെച്ചാൽ ഇത്തിരി വെള്ളമായി കഴിഞ്ഞാൽ അത് ആകെ കുഴ. അപ്പം ഞാനത് ഇങ്ങനെ എടുത്തിട്ടൊക്കെയാണ് ഉപയോഗിക്കുക. അതിവിടെ കൊണ്ടുവന്ന് കാണിച്ചു തരാൻ പറ്റാത്ത പരുവത്തിലിരിക്കണേ. പിന്നെ ഒരു മുടി അയൺ ചെയ്യുമ്പം ഒരു ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ എണ്ണ. ഇത് മുന്നേ ഉപയോഗിച്ചിരുന്നത് റോസ്മേരി എസെൻഷ്യൽ ലാവൻഡർ റോസ്മേരി ഓയിൽ സോൾഫ്ലവറിൻ്റെ, ഇത്രയൊക്കെയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അന്ന് നല്ല മുടി ഉണ്ടായിരുന്നു കേട്ടോ, കുറച്ചുകൂടി ഉള്ളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മുടിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ അൽക്കുലത്ത് പണികളും ചെയ്യും. അഗാരോൻ്റെ ഒരു മറ്റേ സാധനം ഉണ്ട്, ബ്ലോ ഡ്രയർ ഉണ്ട്, അത് ഉപയോഗിക്കും. പിന്നെ പറഞ്ഞ പോലെ ഇത് 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ഉപയോഗിക്കും. ഇങ്ങനെയൊക്കെ വന്നിരുന്നിട്ട് വർത്തമാനം പറയുമ്പോൾ മുടി ഒന്ന് ഭംഗിയാക്കി കൂടെ എന്ന് വിചാരിച്ചിട്ട് അപ്പം അത് ഉപയോഗിക്കും. അപ്പം അതൊക്കെയാണ് സംഭവം. മുടി കുറേ അധികമൊന്നും എന്താ പറയുക വന്നില്ലെങ്കിലും ഉള്ളത് അവിടെ തന്നെ ഇരിക്കട്ടെ എന്നാണ് എല്ലാവരുടെയും പോലെ എൻ്റെയും പ്രാർത്ഥന. അപ്പം അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സംശയമൊക്കെ മാറിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും കാണാം.